നമസ്കാരം. വീണ്ടും ചർച്ച ചെയ്യപ്പെടേണ്ട ചില വാക്കുകളുണ്ട്. അതായത് ഇപ്പോൾ ശാസ്തമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ശ്രീലേഖയുടേത്. ശ്രീലേഖ പിന്നെ എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യപ്പെടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് വിചാരണ തടവുകാരായി കഴിയുന്ന സമയം. അങ്ങനെ ശ്രീലേഖ അവരെ കാണാൻ വേണ്ടി, ദിലീപിനെ കാണാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ശ്രീലേഖയുടെ മനം വല്ലാതെ വിഷമിച്ചു പോയി. കാര്യം, ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന വിചാരണ തടവുകാർ നിരവധി പേരുണ്ട്. ഒരു ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കിടക്കുന്നത് നിലത്ത് വിരിച്ച് അതിൽ തലയണയൊക്കെ വെച്ചിട്ട് ഒക്കെ കിടന്നുറങ്ങുന്ന ആൾക്കാരാണ് കൂടുതൽ വിചാരണ തടവുകാരായി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ശ്രീലേഖയ്ക്ക് സഹിച്ചില്ല. കാര്യം എന്താ, ദിലീപാണ് കിടക്കുന്നത്. ദിലീപ് ഏട്ടൻ അല്ലേ, മലയാളികളുടെ സ്വന്തം ജനപ്രിയ നായകൻ അവിടെ കിടക്കുന്നു. അത് കണ്ടപ്പോൾ ശ്രീലേഖയ്ക്ക് പിടിച്ചില്ല. അവിടെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ദിലീപ് അപ്പോൾ പെട്ടെന്ന് എണീക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ദിലീപ് പോയി. താടിയൊക്കെ വളർത്തി ആകെ പ്രാകൃതനായി. സിനിമയിൽ കണ്ട ഒരാളൊന്നുമല്ല. സിനിമയിൽ പകുതിയും മേക്കപ്പാണെന്നുള്ള കാര്യം ശ്രീലേഖയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ അറിഞ്ഞിട്ടും ഇനിയും പറയാത്തതാണോ എന്നറിയത്തില്ല. അപ്പോൾ ദിലീപ് പതുക്കെ വളരെ പ്രാകൃതനായി, സിനിമയിൽ കാണുന്ന ആളേ അല്ല അവിടെ ഉണ്ട്. അപ്പോൾ ദിലീപ് എഴുന്നേറ്റ് വന്ന് അഴിയിൽ പിടിച്ച് നിൽക്കുന്നു. അദ്ദേഹത്തിന് വിറയ്ക്കുന്നുണ്ടായിരുന്നു അത്രേ. ആഹാരമൊന്നും കഴിച്ചില്ല. എന്താ, ജയിലിൽ ആഹാരം ഇല്ലേ? ജയിലിൽ ഏതോ സിനിമയിൽ പറയുന്ന പോലെ പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പോൾ ജയിലിൽ നല്ല ഒന്നാന്തരം ആഹാരം ലഭിക്കും. വേണ്ടവർക്കെല്ലാം കൃത്യമായി ആഹാരം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അത് സെൻട്രൽ ജയിലിലാണ്, ഏത് സെൻട്രൽ ജയിലിലാണെന്ന് പറഞ്ഞാലും ശരി, അതെല്ലാം കൃത്യമായി ആഹാരം കിട്ടുന്നുണ്ട്. ആഹാരം ഉണ്ട് താനും. ഈ ആഹാരം പുറത്ത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെ അവിടെ കിടക്കുന്നത് കണ്ട് സഹിച്ചില്ല. ഉടനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹവുമായി സംസാരിച്ചു. അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണല്ലോ ഈ ദിലീപ്. അങ്ങനെ ദിലീപിനെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് സംസാരിച്ചു. ഡോക്ടറെ ഏർപ്പാട് ചെയ്തു. അതിന് ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നം, അതൊക്കെ നല്ല കാര്യമാണ്. അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല. അവിടെ ഏതൊരു തടവ് പുള്ളിക്കും ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ, ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടൊരു ഡോക്ടറെ ഏർപ്പെടുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല. വരട്ടെ, വന്ന് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോട്ടെ, നല്ലതല്ലേ? അപ്പോൾ ആ ദിലീപ് അപ്പോൾ ഉടനെ ഡോക്ടറെ വിളിച്ചു, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്തു. അദ്ദേഹത്തെ പിന്നീട് അഡീഷണൽ ആയിട്ട് ബ്ലാങ്കറ്റ് കൊടുത്തു. ഏതൊരാളാണെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ എന്നൊരു പിന്നീട് അദ്ദേഹം ആ യൂട്യൂബ് വീഡിയോയ്ക്കകത്ത് അവർ പറയുന്നുണ്ട്. അപ്പം പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുകയാണ് ഈ ശ്രീലേഖ, ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ. അപ്പോൾ പിന്നെ ഇപ്പോഴാണ് BJPക്ക് ആളില്ല വന്നപ്പോൾ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തി കാണിക്കാൻ വേണ്ടി ശ്രീലേഖയെ കൊണ്ടുപോകുന്നു. അപ്പോൾ ശ്രീലേഖ നേരത്തെ തന്നെ തുടങ്ങി, ഇതിനുള്ള പരിശ്രമം തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയെങ്കിലും ഒരു സീറ്റ് BJPയിലേക്ക് കിട്ടുള്ളൂ. വേറെ എങ്ങും നിൽക്കാൻ പറ്റിയ ക്വാളിറ്റി ഈ ശ്രീലേഖയ്ക്കില്ല. കാരണം ആദ്യം വേണ്ടത് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ഗുണമാണ്. UDF ആണെങ്കിലും LDF ആണെങ്കിലും മത്സരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെ അല്ലാത്ത ചില വിവരക്കേടുകളുണ്ട്. ആരൊക്കെയാണ് നമ്മുടെ മാങ്ങണ്ടിയെ പോലുള്ള ആൾക്കാരൊക്കെ ഈ ശരിക്കും അതിനുള്ള ക്വാളിറ്റി ഇല്ലാത്ത കുറേ നേതാക്കന്മാരാണ്. അത് തള്ളിക്കളഞ്ഞേക്കാം. അല്ലാതെ കോൺഗ്രസിന്റെ ഒരു വലിയ നിര നേതാക്കന്മാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്കൊക്കെ അല്പസ്വല്പം മനസാക്ഷി ഉണ്ടായിരുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. കാര്യം അവരാരും പരസ്പരം എന്ന് വെച്ചാൽ ചെളിവാരി അങ്ങോട്ട് പൊത്താറില്ല. അങ്ങോട്ട് പിന്നെ പറഞ്ഞ LDFനെ വിമർശിക്കും, CPMനെ വിമർശിക്കും, നേതാക്കന്മാരെ വിമർശിക്കും. അതിനകത്തൊക്കെ ഒരു രാഷ്ട്രീയ മാന്യത കണ്ടിട്ടുണ്ട്. ഇതിലാകുമ്പോൾ അങ്ങനെ വേണ്ട. സ്വന്തം നേതാവിന് മനോവിഭ്രാന്തി വന്നിട്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് പറയാം. ആനന്ദ് കെ തമ്പിയുടെ കാര്യത്തിൽ പാവത്തിന്റെ അമ്മയും കഴിഞ്ഞ ദിവസം മരിച്ചുപോയി. അവരും ഈ പറയുന്ന മകന്റെ മരണത്തെ തുടർന്ന്, ആത്മഹത്യയെ തുടർന്ന് അവരും വല്ലാതെ മാനസിക വ്യഥയിലായിരുന്നു. അവർ പിന്നീട് പനിയൊക്കെ ബാധിച്ച് ആശുപത്രിയിലായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ആ പാവപ്പെട്ട അമ്മയും മരണത്തിന് കീഴടങ്ങുന്നത്. ആ പറഞ്ഞ ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് മാനസിക വിഭ്രാന്തിയാണ് എന്ന് പറയാൻ കാണിച്ച ഈ പറയുന്ന BJP നേതാവായ അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണന്റെ തറ മനസ്സെന്ന് പറയും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാചകം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വീണത്. അപ്പം പിന്നെ അതൊന്നും കാണാൻ ശ്രീലേഖയ്ക്ക് കണ്ണില്ല. ആനന്ദ് കെ തമ്പി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ അവരുടെ വീട്ടിൽ പോകാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഉള്ള മനസ്സൊന്നും ഇല്ല. അതങ്ങ് ദൂരെയല്ലേ. ഒരു ഈ പറയുന്ന ദിലീപിനെ ജയിലിൽ പോയി കാണാം. ദിലീപ് ജയിലിൽ പോയി കണ്ടിട്ട് ദിലീപ് നിരപരാധിയാണ് എന്നൊരു വാക്ക് പറയാം. അങ്ങനെ പറഞ്ഞിട്ട് പോരാ. അതാണ് ശ്രീലേഖയുടെ മാന്യത. ശ്രീലേഖയുടെ മാന്യത ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമീറുൽ ഇസ്ലാം എന്ന് പറയുന്ന നമുക്കറിയാവുന്ന പോലെ പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ട ആ നിയമ വിദ്യാർത്ഥിനിയുടെ ഘാതകനെ പോലീസ് പിടിച്ചുകൊണ്ട് ജയിലിലിട്ടപ്പം അവനും പച്ചപ്പാവം, സിമ്പിൾ, പച്ചവെള്ളം പോലും ചവച്ചു കുടിക്കാത്ത പിന്നെ ചോര കണ്ടാൽ തലകറങ്ങി വീഴുന്ന ഒരു ചെറുപ്പക്കാരൻ, പാവപ്പെട്ട ഒരു പയ്യൻ, അവനെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന തെറ്റല്ലേ എന്നായി ശ്രീലേഖയുടെ ചോദ്യം. അത് യഥാർത്ഥ കൊലപാതകികൾ എവിടെയോ മറഞ്ഞിരിക്കുന്നു. പിന്നെ പോലീസുകാരുണ്ടാക്കിയ കള്ളത്തലുമായിരുന്നു ശ്രീലേഖ. ആരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ പറയുന്ന മുൻ IPS ഉദ്യോഗസ്ഥയായിരുന്ന ശ്രീലേഖ ഇങ്ങനെ ഈ അമീറുൽ ഇസ്ലാമിനെ ഇങ്ങനെ വെള്ളപൂശിയത്? ദിലീപ് കുറ്റക്കാരനല്ല, ദിലീപിന് അങ്ങനെ നിസ്സഹായനാണ്. ഇപ്പൊ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധിച്ചിരിക്കുന്നു. കാര്യം ശരിയാണ്. പക്ഷെ അപ്പോഴും ദിലീപ് എന്തുകൊണ്ട് ദിലീപിന്റെ പേര് ഇതിലേക്ക് വന്നു എന്നൊരു വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്.
ദിലീപ് എന്തുകൊണ്ട് വിചാരണ തടവുകാരനായി ദിലീപിനെ ജയിലിൽ പാർപ്പിച്ചിരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഈ ശ്രീലേഖ എന്ന മുൻ IPS ഉദ്യോഗസ്ഥയായി ശ്രീലേഖ പല ആവർത്തി ജയിലിൽ പോയിട്ടുണ്ടാവുമല്ലോ. ജയിലിൽ ദിലീപ് അല്ലാതെ നിരവധി തടവുകാരുണ്ടാവുമല്ലോ. അവരുടെ എല്ലാ ആരോഗ്യം അന്വേഷിക്കുന്നതിന് വേണ്ടി എന്തുകൊണ്ടാണ് ശ്രീലേഖ തയ്യാറാകാതിരുന്നത്? അല്ലെ, അവർ നിലത്താണോ കിടന്നുറങ്ങുന്നത്? അവർക്ക് എത്രയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഇയർ ബാലൻസിങ്ങിന്റെ പ്രശ്നമല്ലേ, അതിൽ ചില ഹൃദ്രോഗികളില്ലേ, BP പേഷ്യൻറ്റുകൾ ഉണ്ടാവും, ഇനിയും ക്രോണിക് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസ് ഉണ്ടാവും. അത് തന്നെയുമല്ല, അല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആ രോഗം ബാധിച്ചവരും അക്കൂട്ടത്തിലുണ്ടാവും. ശരീരമല്ലേ. എന്നിട്ട് ഇവരെ ആരെയും തിരഞ്ഞെടുക്കാനോ ഇവരെ ആരെയും മനസ്സിലാക്കാനോ, അതിനകത്ത് ഭിന്നശേഷിക്കാർ വരെ ഉണ്ടാകും, അവരെയൊക്കെ കാണാനോ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനോ എന്തുകൊണ്ടാണ് ശ്രീലേഖയ്ക്ക് സമയം കിട്ടാതെ പോയത്? പലരുടെയും രൂപം മാറാൻ സാധ്യതയുണ്ട്. ആ രൂപമാറ്റമൊന്നും പിന്നീട് വേറെ ഒരു കേസിലും എന്തുകൊണ്ടാണ് ശ്രീലേഖ പുറത്തുവിടാതിരുന്നത്, അല്ലെ പറയാതിരുന്നത്? ഇദ്ദേഹം ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ്, ആ സെലിബ്രിറ്റി സ്റ്റാറ്റസിനെ ഈ പറയുന്ന ശ്രീലേഖ എന്നും ആരാധനയോടെ നോക്കിക്കണ്ടു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു ആരാധനാ കഥാപാത്രം അവിടെ വയ്യാതെ കിടക്കുന്ന സമയത്ത് സ്വാഭാവികമായി ഉണ്ടായ ഒരു മനുഷ്യത്വം, അങ്ങനെ മനുഷ്യത്വം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു പാർഷ്യാലിറ്റി അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷപാതിത്വം, അതിൻ്റെ ഭാഗമായി ശ്രീലേഖ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഇതേ ന്യായീകരണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ മറ്റു സഹതടവുകാരും അല്ലെങ്കിൽ മറ്റു തടവുകാരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കാര്യങ്ങൾ ഇരിക്കുകയും ദിലീപിനെ മാത്രം കെയർ ചെയ്യുകയും ചെയ്ത ഈ പറയുന്ന ഒരു എന്താ പറയുക ധനം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിൽക്കുന്ന, നമ്മൾ ജാതീയമായി ഒരു മുന്നോട്ട് നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ശ്രീലേഖ IPSന് അവർ സിമ്പിളായി തോന്നി, അവർ തെറ്റുകാരനല്ല എന്ന് തോന്നിപ്പോയി. ഇതാണ് പറയുന്ന മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം. മനുഷ്യത്വവും മനസാക്ഷിയും നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാവരോടും തുല്യമായി നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു മിനിമം കാര്യം. എന്നാൽ അത് ചെയ്യാതെ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രം നടത്തിക്കൊടുക്കുന്ന നീതിയാണോ യഥാർത്ഥത്തിൽ നീതി? അത് നീതിയല്ല, നീതികേടാണ് കാണിച്ചത്. അപ്പൊ ഈ ഒരു പ്രകൃതം ശ്രീലേഖയുടെ ഭാഗത്ത് നിന്നും ഇനിയും ഉണ്ടാകാം. അവർ ഇനിയിപ്പോൾ ഒരു കൗൺസിലർ ആയിക്കോട്ടെ, വാർഡ് കൗൺസിലർ ആയിക്കോട്ടെ, ആ വാർഡ് കൗൺസിലർ ആയിരിക്കുന്ന സമയത്തും ഇനം തിരിച്ച് അല്ലെങ്കിൽ ആളുകളെ മനസ്സിലാക്കിക്കൊണ്ട് ആളുകളെ തരംതിരിച്ച് കാണാനുള്ള കഴിവ് ഈ പറയുന്ന ഇവർക്കുണ്ട്, ശ്രീലേഖയ്ക്കുണ്ട്. അവിടെ കൊല്ലപ്പെട്ടത് ഒരു സാധാരണക്കാരിയായ ഒരു പെണ്ണാണ്, നിയമവിദ്യാർത്ഥിനിയാണ്. അതും ഈ പറയുന്ന പോലെ ഉന്നതകുല ജാഥയൊന്നും അല്ല ആ പെരുമ്പാവൂരിൽ കൊല്ലപ്പെട്ടത്. അപ്പോൾ ഉന്നതകുല ജാഥ അല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ അതിനെ അങ്ങനെയൊന്നും അല്ല കൊന്നത്, അതിൽ പ്രതിയായി ചേർക്കപ്പെട്ടവൻ തെറ്റുകാരനല്ല എന്ന് വരുത്തി തീർക്കുകയാണ്. ഇനി അപ്പോൾ ആ പെൺകുട്ടി ചിലപ്പം ആത്മഹത്യ ചെയ്തതായിരിക്കും എന്ന് മാത്രം ശ്രീലേഖ പറയാത്തത് എന്തോ ഭാഗ്യം, അല്ലെങ്കിൽ അതും പറഞ്ഞേനെ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ഈ കീഴാള ബന്ധമൊക്കെ ഉണ്ടല്ലോ, ഈ മേലാള കീഴാളമായ ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ, അതുകൊണ്ടാണ് ഒരുപക്ഷെ ശ്രീലേഖ അങ്ങനെ പറയാതെ പോയത്. അല്ലെങ്കിൽ അതും പറഞ്ഞേനെ, ആ പെൺകുട്ടി അവിടെ ആത്മഹത്യ ചെയ്തതാണ്, ശരീരത്തൊക്കെ സ്വയമേവ മുറിവുകൾ വരുത്തി വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് പോയേനെ. അപ്പോൾ ഇങ്ങനെ മനസാക്ഷി ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കൂ ശ്രീലേഖ, നിങ്ങളുടെ ഒരു മകളുടെ പ്രായമുള്ള ഒരു കുട്ടിക്കാണ് ഈ ഒരു ഗതികേട് വന്നിരിക്കുന്നത്. കേരളത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹ മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ച നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഒരാളെ ഉപദ്രവിക്കാം, അല്ലെങ്കിൽ കൈവെട്ടി കളഞ്ഞോളൂ, തെറ്റില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ ഉപദ്രവിക്കൂ. ഇതിങ്ങനെ ഇത്ര ക്രൂരമായ പീഡനം, ക്രൂരമെന്ന് തന്നെ പറയേണ്ടി വരും. ഒരിക്കലും ഒരു മനുഷ്യനായി പിറന്നവൻ ചെയ്യാത്ത പീഡനം നടത്തി ആ പീഡന ദൃശ്യങ്ങൾ മൊബൈലിനകത്ത് കണ്ടിരുന്ന് അല്ലെങ്കിൽ അയച്ചു കൊടുക്കുകയും അത് വീട്ടിലിരുന്ന് കണ്ട് രസിക്കുകയും ചെയ്ത രണ്ട് മനസ്സുകളാണ് ഈ പറയുന്ന കാവ്യമാധവന്റെയും ദിലീപിന്റെയും. എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ പോയതെന്ന് മാത്രം മനസ്സിലാകുന്നില്ല. ഒന്നുമില്ലെങ്കിലും ശ്രീലേഖ എന്ന് പറയുന്ന ഒരാൾ ഒരു സ്ത്രീയാണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി അറ്റ്ലീസ്റ്റ് ചെറുതായിട്ടെങ്കിലും സംസാരിക്കാമായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു സംസാരം ഈ പറയുന്ന മുൻ IPS ഉദ്യോഗസ്ഥയെ ശ്രീലേഖയുടെ വായിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല.